സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. മതി. നാം പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്യമാണത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. മനുഷ്യ ജീവിതം ആശങ്കകൾ നിറഞ്ഞ ജീവിതമാണ്. അങ്കലാപ്പുകൾ നിറഞ്ഞ ജീവിതമാണ്. പലപ്പോഴും ഇതുവരെ നടക്കാത്തൊരു കാര്യം സംഭവിക്കും എന്ന് പറഞ്ഞ് അതങ്ങനെയായി വരും, ഇങ്ങനെയായി വരും എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ അങ്കലാപ്പിലായി പോകുന്ന ഒരു നിലവാരങ്ങൾ പലപ്പോഴും കാണാൻ സാധിക്കും. എന്നാൽ ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ദൈവത്തിന്റെ വചനം. എന്താണ് പറയുന്നത്? നീ ദൈവത്തെ സ്നേഹിച്ചാൽ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സകലവും, ശകലവുമല്ല, സകലവും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. പാസ്റ്റർ, ഞാൻ കുഴപ്പക്കാരനാണെങ്കിലോ, ഞാൻ തെറ്റുകാരി ആയിപ്പോയാലോ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമോ? നിന്റെ കുറവുണ്ടെങ്കിൽ പോലും നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. ഞാൻ അപ്രകാരം പറയാൻ കാരണം, കുറവ് വരുത്താൻ വേണ്ടി ലൈസൻസ് അല്ല. ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണ് അത് ഒരു പാത്രമാക്കി രൂപപ്പെടുത്തിയെടുത്ത സമയത്ത് ചീത്തയായിപ്പോയി. ആരാണ് ആ നല്ല കുശവൻ? അല്ലെങ്കിൽ പിതാവായ ദൈവം. ആ ദൈവത്തിന്റെ കയ്യിലിരുന്ന ആ മണ്ണ് വേണ്ടതുപോലെ എന്തായി മാറിയില്ല, ഒരു നല്ല പാത്രമായിട്ട് മാറിയില്ല. പെട്ടെന്ന് അത് ഉടഞ്ഞുപോയി. എടുത്ത് ദൂരെ എറിഞ്ഞോ? ഇല്ല. അവനതിനെ വീണ്ടും കുഴച്ചു. എന്ത് ചെയ്തു? വീണ്ടും ചക്രത്തിന്മേൽ വെച്ച് അതിനേക്കാൾ മനോഹരമായ മറ്റൊരു പാത്രമാക്കി മാറ്റി. അതാണ് ഈ നല്ല കുശവന്റെ ക്വാളിറ്റി. ഒരാമേൻ പറഞ്ഞാട്ട്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങൾ, ജീവിതത്തിന്റെ തത്രപ്പാടുകളിൽ, പ്രശ്ന സങ്കീർണമായ നാൽക്കവലകളിൽ നേരിടേണ്ടി വരുന്ന, അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല വിഷയങ്ങൾ, അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ ഉയർച്ചയിൽ നിനക്കും ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും താല്പര്യമില്ല. അതാണ് ബന്ധുക്കൾ, ശത്രുക്കൾ. കേട്ടിട്ടുണ്ടോ? നിന്റെ ഉയർച്ചയിൽ നിനക്കും ദൈവത്തിനുമല്ലാതെ മറ്റാർക്കും താല്പര്യമില്ല. അത് മനസ്സിലാക്കി വേണം നീ മുന്നോട്ട് പോകുവാൻ. വേദപുസ്തകം പഠിക്കുമ്പോൾ ചില ജീവിതത്തിൽ ഇപ്രകാരമുള്ള പ്രതികൂലമായ, തടസ്സമായ കാര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവം അതെന്താക്കി മാറ്റി? നന്മയ്ക്കാക്കി മാറ്റി. അങ്ങനെയുള്ള ചില ജീവിതങ്ങളൊന്ന് പരിചയപ്പെടുത്തി ഈ ദൂതിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ് ഞാൻ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവമോ ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ എന്താക്കി മാറ്റി? ഗുണമാക്കി മാറ്റി. ആരുടെ കാര്യമാണ് ഈ പറയുന്നത്? യോസേപ്പിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലേ? യോസേപ്പിനെ സഹോദരന്മാർ പകച്ചു. അതിന് 3 കാരണങ്ങളുണ്ട്. എന്താണ്? ഒന്നാമത്തെ കാരണം, അവന് കിട്ടിയ അപ്പന്റെ സ്നേഹം അതവരെ കണ്ണുകടി ഉള്ളവരാക്കി മാറ്റി, പകയുള്ളവരാക്കി മാറ്റി. രണ്ടാമത്തെ കാര്യം എന്താണ്? അവന്റെ സ്വപ്നങ്ങൾ. മൂന്നാമത്തെ കാര്യം അവന്റെ വാക്ക്. അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ, വാക്യം വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഈ വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? 3 കാരണങ്ങൾ
യൗസേപ്പിനെ സഹോദരന്മാർ പകയ്ക്കാനുള്ള 3 കാരണങ്ങൾ. വീണ്ടും യൗസേപ്പ് ഉയരാനുള്ള കാരണം എന്താണ്? 7 കാരണങ്ങളുണ്ട് യൗസേപ്പ് ഉയരാൻ. 7 കാരണം. 1, അവന് കിട്ടിയ അപ്പന്റെ സ്നേഹം. ഒരമ്മയും പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, ഉയരാനുള്ള യൗസേപ്പിന് കിട്ടിയ 1ാമത്തെ കാര്യം നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരമ്മയും പറയാൻ കഴിയുമോ? ലോകത്തിലെ അപ്പന്റെ സ്നേഹമല്ല, സ്വർഗത്തിലെ അപ്പന്റെ സ്നേഹം. നിന്റെ അപ്പൻ നിന്നെ വിദ്വേഷിച്ചപ്പോൾ, ഒതുക്കിയപ്പോൾ, സ്വർഗത്തിലെ പിതാവ് നിന്നെ സ്നേഹിച്ചു. അതാണ് നിന്നെ ആലയത്തിൽ എത്തിച്ചത്. അതാണ് നിന്നെ രക്ഷയുടെ കൂടാരത്തിൽ എത്തിച്ചത്. അതാണ് നിന്നെ ശാപം മുറിച്ചത്. നിന്റെ അപ്പന്റെ സ്നേഹം. ഒരിക്കലും അത് വിസ്മരിച്ച് കളയരുത്. ഒരമ്മയും പറഞ്ഞാട്ടെ. നിന്റെ അപ്പൻ നിന്നെ സ്നേഹിച്ചു. പ്രകാരം വായിക്കുന്നു, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മക്കളെ, എത്രയോ പേര് എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് സൗഖ്യം പ്രാപിക്കുന്നത് ആശുപത്രികളിൽ. ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം വഴി നോക്കുന്നു. എടാ, ഇത്രയും നല്ലൊരു വഴി ഓപ്പൺ ആയിരിക്കുമ്പോൾ എന്താ അവരൊന്നും വരാത്തെ? അത് ചോദ്യമല്ലേ? നോക്കണേ, ഇവിടെ മരണമില്ല, രോഗമില്ല, പാരമ്പര്യ ശാപമില്ല, അനാവശ്യ അനർത്ഥങ്ങളില്ല, ദൈവ സഹായമുണ്ട്, ഉയർച്ചയുണ്ട്, മാന്യതയുണ്ട്, തലമുറ അനുഗ്രഹം പ്രാപിക്കുകയാണ്, മുഖത്ത് സന്തോഷമുണ്ട്, മരണം കഴിഞ്ഞാൽ പോലും ജീവനുണ്ട്, ഭാവി പ്രത്യാശയുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, ദർശനമുണ്ട്, ഭയമില്ലാത്ത ജീവിതം. പിശാച് കാലിന്റെ കീഴിൽ ഇത്രയും നല്ലൊരു ജീവിതമുണ്ടോ? എന്നിട്ടും എന്താ? എന്നിട്ടെന്തേ? ഇപ്പോഴും ഒരു പാട്ടുകാരൻ പാടുന്നില്ലേ അതുപോലെ, എന്നിട്ടും എന്താ ഇത്രയും പേരൊന്ന് വരാത്തെ? പിതാവ് ആകർഷിച്ചവർക്കേ വരാൻ കഴിയൂ. ഒരാമേൻ പറയാമോ? പിതാവ് നിങ്ങളെ ആകർഷിച്ചുവെങ്കിൽ നിങ്ങൾ സാധാരണക്കാരല്ല. ഒന്ന് കരങ്ങളെ ചേർത്തടിക്ക്. സ്നാനപ്പെട്ട് അവനൊപ്പം മരിച്ച് അവനൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരെങ്കിൽ നിങ്ങൾ സാധാരണക്കാരല്ല. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കൂടാരം ഉണ്ടാക്കുകയാണ്. അത് കൊച്ചു കൂടാരമല്ല, ഒരു സ്വർണ്ണ സൗധം സ്വർഗത്തിൽ അവൻ കൈപ്പണിയായി പണിയുന്നുവെങ്കിൽ എത്ര വിലയുള്ളവനായിട്ടാണ് നിന്നെ അവൻ വീണ്ടെടുത്തിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കാണുന്നില്ല. എന്നാൽ ഒരു ദൂത് കൂടെ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. പിതാവ് ആകർഷിച്ച 7000 ഇനിയും വരാനുണ്ട്. നീ ഒറ്റയ്ക്കല്ല. ബാലന് മുട്ടുമടക്കാത്ത 7000 ഈ പട്ടണത്തിലുണ്ട്. നീ പ്രവർത്തിക്കുമെങ്കിൽ മറ നീക്കി അവർ പുറത്തു വരും. ഇരുൾ നീക്കി അവർ പുറത്തു വരും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. നോക്കുക, യോസേപ്പ് ഉയരാനുള്ള 1ാമത്തെ കാര്യം അവന് കിട്ടിയ അപ്പന്റെ സ്നേഹം. 2ാമത്തെ കാര്യം അവന് കിട്ടിയ നിലയങ്കി. അപ്പന്റെ സ്നേഹം കിട്ടിയപ്പോൾ അതിനോട് എന്തോ കിട്ടി? ഒരു നിലയങ്കി കിട്ടി. മറ്റ് സഹോദരന്മാർക്കൊന്നും ഇല്ലാത്തൊരു നിലയങ്കി. ഇവിടെ നിലയങ്കിയുമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഉള്ളവർ മാത്രം ഒന്ന് കരം ഉയർത്തിയാട്ടെ. ദൈവം തന്ന നിലയങ്കിയുള്ളവർ മാത്രം. അതാണ് വിശുദ്ധിയുടെ വസ്ത്രം, അതാണ് വിശ്വാസത്തിന്റെ വസ്ത്രം, അതാണ് രക്ഷാവസ്ത്രം, അതാണ് രക്ഷയുടെ ശിരസ്ത്രം, അതാണ് വിശ്വാസത്തിന്റെ പരിച. അതുണ്ടെങ്കിൽ നിനക്ക് നിലയങ്കിയുണ്ട്. നിന്നെ സഹോദരന്മാർക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടാ? നിനക്ക് അപ്പന്റെ സ്നേഹം കിട്ടിയതുകൊണ്ട്. 2ാമത്തെ കാര്യം എന്താ? നിനക്ക് എന്തോ ഉണ്ട്? നിലയങ്കിയുണ്ട്. എടാ, അവൻ അങ്ങോട്ട് പോകുമ്പോൾ തെക്ക് വടക്ക് വീഴുന്നു, അതോടെ അവസാനിക്കുന്നു. നിനക്ക് അവസാനമില്ല, നിനക്ക് മരണമില്ല, രോഗമില്ല. അതവനെ വല്ലാതെ അസ്വസ്ഥനാക്കുകയാണ്. നീ വീണാലും 7 പ്രാവശ്യം വീണാലും നീ എഴുന്നേൽക്കുകയാണ്. അത് അസൂയക്കാരനെ, ബന്ധുക്കളെ അസ്വസ്ഥനാക്കുകയാണ്. അവര് പറയുന്നു നിനക്കൊരു നിലയങ്കിയുണ്ട്.
നിനക്കിതുവരെ അത് ബോധ്യപ്പെട്ടില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. 3, അവനെ ഉയർത്തിയ മൂന്നാമത്തെ കാര്യം സ്വപ്നം കാണുന്ന സ്വഭാവം. എന്താണ്? എന്താ സ്വപ്നം കണ്ടത്? കാള കുത്താൻ വരുന്നു, ആനയിട്ട് ഓടിക്കുന്നു, ഒഴുകിയ കുഴിയിലേക്ക് വന്ന് വീഴുന്നു, പിന്നെന്താ ട്രെയിൻ വരുന്നു. ഇതാണോ കണ്ടത്? അവൻ കണ്ടത് അവനെ ഉയർത്തുന്ന സ്വപ്നമാണ്. ഒരമയം പറഞ്ഞാട്ടെ. കാര്യം എന്താണ്? അതവനെ കാണിച്ചത് ദൈവമാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. പോസിറ്റീവായുള്ള സ്വപ്നങ്ങൾ കാണിക്കുന്നത് ദൈവമാണ്. എന്നാൽ ദുർസ്വപ്നങ്ങൾ കൊണ്ടുവരുന്നത് ദുഷ്ടപിശാചാണ്. നീ പ്രാർത്ഥിക്കണം, ദുർസ്വപ്നങ്ങൾ നടക്കാതിരിക്കട്ടെ. ദൈവം കൊണ്ട് നല്ല സ്വപ്നങ്ങൾ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സ്വപ്നം കാണുന്നവർ മാത്രം ഒന്ന് കരമുയർത്തിയാട്ടെ. മനുഷ്യരെല്ലാം സ്വപ്നം കാണുന്നുണ്ട് അല്ലേ? എനിക്കാണെങ്കിൽ കണ്ണടച്ചാ ഉടനെ സ്വപ്നം. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന സ്വപ്നം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഫ്ലൈ ചെയ്യുന്ന സ്വപ്നമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഫ്ലൈ ചെയ്യുക. ഞാൻ പഠിച്ചതാണല്ലോ, എനിക്കിഷ്ടമാണ്. പക്ഷെ അതിലുപരിയായിട്ട് ഞാൻ കണ്ണടച്ചാലുടനെ ഞാൻ പറക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണാറുള്ളത്. മക്കളെ, പറക്കുക, ഉയർന്നു വരിക, ഉന്നതങ്ങളിൽ സഞ്ചരിക്കുക, നന്മ അനുഭവിക്കുക, പുറപ്പാട് ലഭിക്കുക, കൊയ്ത്തു ലഭിക്കുക, സൗഖ്യമാകുക, അനേകർക്ക് അനുഗ്രഹമായി തീരുക. ഇതെല്ലാം ദൈവം നിന്നെ കാണിക്കുന്ന സ്വപ്നമാണ്. അത് കാണുമ്പോൾ നീ പറയണം, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പിന്നെ ദുസ്വപ്നങ്ങൾ കാണാൻ കാര്യം എന്താണ്? നമ്മുടെ മനസ്സിനകത്ത് ഈ തിന്മയായ കാര്യങ്ങളിട്ട് താലോലിച്ചാൽ അത് സ്വപ്നമായി നമ്മൾ കാണും. ഓർക്കുക, നെഗറ്റീവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകരുത്. നിങ്ങൾ നിങ്ങളുടെ ദേഹത്തെ കൊണ്ടും ദേഹിയെ കൊണ്ടും നിങ്ങളുടെ ആത്മാവിനെ എങ്ങോട്ട് കൊണ്ടുപോകണം? പോസിറ്റീവ്നെസ്സിലേക്ക് കൊണ്ടുപോകണം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളെ തന്നെ അധപ്പതിപ്പിക്കരുത്. തിന്മ വരുന്ന കാര്യം മാത്രം ചിന്തിക്കരുത്. അതിലൂടെ പോയി ഇതിലൂടെ വന്ന് ഇതിലൂടെ കയറും. അത് ചുമ്മാ ഇരിക്കുന്ന വണ്ടി, വഴി കൂടെ പോകുന്ന വണ്ടി, അത് എൻ്റെ മേത്തോടെ കയറും, പാമ്പ് കൊത്തും. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചിന്തിച്ച് അനർത്ഥം വരുന്നു, സൗഖ്യമില്ലായ്മ അല്ലെങ്കിൽ രോഗം വരുന്നു. ഇതൊക്കെ ചിന്തിച്ച് നെഗറ്റീവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകരുത്. അതിനാണ് വിശ്വാസ വാക്കുകളുടെ പട്ടിക, അതിനാണ് ദൈവത്തിന്റെ വലിപ്പത്തിന്റെ പട്ടിക. ഇത് കാണാപ്പാഠം പഠിച്ച് പറയുമെങ്കിൽ അതിൽ പറയുന്ന കാര്യം നിനക്ക് സംഭവിക്കും. ലോകം മുഴുവൻ നെഗറ്റീവാണ്. മഞ്ഞ പുസ്തകങ്ങളെല്ലാം നെഗറ്റീവാണ്, നെറ്റിലെല്ലാം നെഗറ്റീവാണ്. എന്നാൽ പോസിറ്റീവ്നെസ് നൽകുന്ന ഒരു കാര്യമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ വചനമാണ്. അത് ഏറ്റെടുത്ത് അത് വിളിച്ചു പറയുമെങ്കിൽ അതിന്റെ പ്രവൃത്തി നിന്നിൽ, കുടുംബത്തിൽ, തലമുറയിൽ വെളിപ്പെടും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് എത്തിയോടെ. 1 അപ്പന്റെ സ്നേഹം, 2 നിലയങ്കി, 3 സ്വപ്നം കാണുന്ന സ്വഭാവം. 4ാമത്തെ കാര്യം സ്വപ്നം കാണുക മാത്രമല്ല, അത് പുറത്തു പറയുന്ന സ്വഭാവം. ആൾക്കാർ പറയും തള്ളി മറിച്ചിടും. വിശ്വാസം തള്ളല്ല മക്കളെ. അവിശ്വാസിക്ക് വിശ്വാസം എന്താണ്? തള്ള. ആ പാസ്റ്റർ തള്ളി മറിച്ചിടും. മക്കളെ, തള്ളി മറിച്ചിടും. എന്തിനെ? ദുഷ്ടന്റെ തടസ്സങ്ങളെ, പൈശാചിക ബന്ധനങ്ങളെ വിശ്വാസമുള്ളവൻ തള്ളി തകർക്കും. നോക്കുക, അവന് കിട്ടിയ സ്വപ്നം അവൻ അകത്ത് മറച്ചു വെച്ചില്ല, പുറത്തു വിളിച്ചു പറഞ്ഞു. കാര്യം, ഈ സ്വപ്നം കാണിച്ച ദൈവം അത് പുറത്തു പറയാനുള്ള ശക്തി കൂടെ അവന് കൊടുത്തു. നീ പോസിറ്റീവായി ചിന്തിക്കുമെങ്കിൽ, നീ വിശ്വാസ വാക്ക് പറയുമെങ്കിൽ, നീ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമെങ്കിൽ, മുൻകാലങ്ങളിൽ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ഉയർച്ചകളിലൂടെ നീ സഞ്ചരിക്കുമെങ്കിൽ, ദൈവം നിന്നെ നല്ല സ്വപ്നങ്ങളെ കാണിച്ച് അത് പുറത്തു പറയാനുള്ള കൃപ നിന്മേൽ പകരും. അവൻ ആ സ്വപ്നം പുറത്തു പറഞ്ഞു. തീർന്നില്ല. അവൻ
അവൻ സ്വപ്നം പറഞ്ഞപ്പോൾ എതിർപ്പ് വന്നോ? വിദ്വേഷം വന്നു, പക വന്നു. എന്നിട്ടും അവൻ സ്വപ്നം കണ്ടത് ആ സ്വഭാവം നിർത്തിവെച്ചില്ല. അവൻ പിന്നെയും സ്വപ്നം കണ്ടു. വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. 37-ാം അധ്യായം വായിക്കണം വീട്ടിൽ പോയിട്ട്. ഒരു സ്വപ്നം കണ്ടപ്പോൾ അവൻ പറഞ്ഞു, കറ്റകൾ എന്നെ നമസ്കരിക്കും, എൻ്റെ കറ്റ നിൽക്കുന്നു. ആ സ്വപ്നം കണ്ടു. അപ്പൊ അത് കണ്ടപ്പോൾ അത് പറഞ്ഞു. അവരെല്ലാം അവനെ ദേഷിച്ചു. ഓ, ഇനി മതിയാക്കി, ഇനി ഞാൻ സ്വപ്നം കാണാനും പോകുന്നില്ല, അത് പറയാനും പോകുന്നില്ല എന്നാണോ? അവൻ പിന്നെയും അടുത്ത സ്വപ്നം കണ്ടു. ഞാൻ പറഞ്ഞല്ലോ മക്കളെ, നീ വിശ്വാസ വാക്ക് പറയുമ്പോൾ, ദൈവത്തിന്റെ വലിപ്പം പറയുമ്പോൾ നിന്നെ തകർക്കാൻ നോക്കുന്ന ശക്തികളുണ്ട്. തടസ്സപ്പെട്ടു പോകരുത്, ഒതുങ്ങിപ്പോകരുത്, മറഞ്ഞിരിക്കരുത്. വീണ്ടും സ്വപ്നം കാണണം, വീണ്ടും വിശ്വാസ വാക്ക് പറയണം, വീണ്ടും ചുവടുകൾ മുന്നോട്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. മക്കളെ, ഞാനും വിശ്വാസ വാക്ക് പറഞ്ഞപ്പോഴേ ഒരുപാട് പേര് പിന്നെ രണ്ടും വിശ്വാസ വാക്ക് പറയുമ്പോൾ വീരാൻ പോലും ചുമ്മാതാന്നേ. അവന് പ്രസംഗിക്കാനൊരു വിഷയം വേണം, അതുകൊണ്ടാണ് പ്രസംഗിക്കുക. മക്കളെ, എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറി. പറയുന്നത് കേൾക്ക്. സ്വപ്നം കാണണം, അത് പറയണം, വീണ്ടും സ്വപ്നം കാണണം. ഒരാമൻ പറഞ്ഞോട്ടെ, എല്ലാവരും പറയാം, ഞാൻ സ്വപ്നം കാണും, അത് പുറത്തു പറയും, എതിർപ്പ് വന്നാലും വീണ്ടും സ്വപ്നം കാണും. ഒരാമൻ പറഞ്ഞോട്ടെ, ഞാൻ സ്വപ്നം കാണും, അത് പുറത്തു പറയും, എതിർപ്പ് വന്നാലും വീണ്ടും സ്വപ്നം കാണും, വീണ്ടും അത് പുറത്തു പറയും. അവൻ സ്വപ്നം കണ്ടു, അത് പുറത്തു പറഞ്ഞു, എതിർപ്പ് വന്നു, വീണ്ടും സ്വപ്നം കണ്ടു, വീണ്ടും പുറത്തു പറഞ്ഞു. എടാ, നീ എന്തോ പറയുന്നത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കൂടെ നിന്നെ നമസ്കരിക്കുമെന്നാണോ നീ പറഞ്ഞത്? അതെ, എന്റെ ദൈവം പറഞ്ഞുവെങ്കിൽ അത് സംഭവിക്കും. നീ പറയുന്നത് യൗവനം കഴുകനെ പോലെ പുതുകി വരുമെന്നാണോ? അതെ, ദൈവം പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും. ദുഃഖം സന്തോഷമാകുമെന്നോ നീ പറയുന്നത്? അത് സംഭവിക്കും. അവൻ സ്വപ്നം വീണ്ടും പുറത്തു പറഞ്ഞു. 7-ാമതൊരു പോയിന്റ് ഉണ്ട്. യോസേപ്പ് ഉയരാനുള്ള 7-ാമത്തെ പോയിന്റ്. അപ്പൻ അവനെ ഒരു കൊച്ചു ദൗത്യമേൽപ്പിച്ചു. എന്താണ്? നിന്റെ സഹോദരന്മാരുടെ വിശേഷം അറിഞ്ഞു വരണം. അപ്പാ, എനിക്കൊക്കത്തില്ല. ഒന്നാമത് എന്നെ കണ്ണെടുത്താ കണ്ടുവിടാമാർക്ക്. കഴിഞ്ഞ ദിവസം എന്നെ അടിക്കാൻ വന്നു ഇന്ന് ചേട്ടൻ, ഞാൻ പോകത്തില്ല. അവൻ പറഞ്ഞു, പ്രതികൂല സാഹചര്യമുണ്ട്, തടസ്സമുണ്ട്, എങ്കിലും അപ്പൻ കൊടുത്ത നിയോഗം അവൻ ഏറ്റെടുത്തു. അതാണ് അവന്റെ ഉയർച്ചയ്ക്ക് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാമൻ പറഞ്ഞാട്ടെ. അന്നവൻ ആ നിയോഗം ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അവൻ ഭക്ഷ്യമന്ത്രിയാകത്തില്ല. അവൻ മരിക്കത്തുമില്ല. അവൻ എങ്ങനെ പോകും? ഒരു സാധാരണക്കാരനായിട്ട് ജീവിതം ഉന്തിയും തള്ളിയും തീർക്കും. പക്ഷേ അവന്റെ അപ്പൻ കൊടുത്ത നിയോഗം അവൻ ഏറ്റെടുത്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരാത്മാവിനെ നേടുക നിന്റെ അപ്പൻ തരുന്ന നിയോഗമാണ്. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഈ ജീവിതം കൊണ്ട് ചില ജീവിതങ്ങളെ വിടുവിച്ചെടുക്കുക അപ്പൻ തരുന്ന നിയോഗമാണ്. ഈ നിയോഗം നിന്നെ ഉയർത്തും, ഈ നിയോഗം നിന്നെ മാനിക്കും. ഓ, മന്ത്രി പദവികളിലേക്ക് അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുപോകും. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച്. പ്രിയമക്കളെ, ഈ കാര്യം ഞാൻ പറയാൻ കാരണം ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ വാക്യം എനിക്ക് അനുഗ്രഹമായി. എന്താണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട സംഭവം. ഞാൻ ട്രിവാൻഡ്രം ഫ്ലൈയിങ് ഗുഡ്സ് ക്ലബിൽ ഒരു വൈമാനികനായി പരിശീലനം നടക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ ഒരു ഇൻസ്ട്രക്ടർ, അദ്ദേഹത്തിന്റെ പേര് രാജ്കുമാർ ഇൻസ്ട്രക്ടർ
എന്തെങ്കിലും ഒഴിവ് സമയങ്ങളിൽ എന്നെ കൊണ്ടുപോകും. അന്ന് ന്യൂസിലൻഡുമായിട്ട് കളി നടന്നു. ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ട് ചന്ദ്രശേഖർ സ്റ്റേഡിയത്തിൽ കളി നടന്നു. അപ്പം എല്ലാവരും കളി കാണാൻ പോയി. അപ്പം ഞാനെന്ത് ചെയ്തു? എയർപോർട്ടിൽ പോയി. എനിക്ക് വിമാനം കൊണ്ട് എൻ്റെ മുമ്പിൽ നിർത്തി കയറാൻ പറഞ്ഞു. ഞങ്ങൾ അതിന് മേളിൽ പോയി ഭയങ്കര അക്രോബാറ്റിക്സ് ഒക്കെ നടത്തി, ഒരുപാട് അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചു. അതിന് വേണ്ടി ആൾക്കാരെല്ലാം വലിയ കൈയടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു സന്ദർഭം, ഒരു വിഷയമുണ്ട്, ഒരു പ്രയാസം ഉണ്ടായി. അത് അസൂയക്കാർ ചെയ്ത പ്രവൃത്തിയാണ്. അസൂയക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഇൻസ്ട്രക്ടറുമായുള്ള അടുപ്പം പലരെയും വിഷമിപ്പിച്ചു. അങ്ങനെ അവരൊരു കുറ്റം കണ്ടുപിടിച്ചു എനിക്കെതിരായിട്ട്. അവിടെ അമ്പലത്തിൽ ഉത്സവം വന്നു. അതിനകത്തൊരു അമ്പലമുണ്ട്, കൊച്ചമ്പലമുണ്ട് ഈ എയർപോർട്ടിനകത്ത്. അവിടെ ഉത്സവം വന്നു. അപ്പോൾ എന്നോട് പിരിവ് ചോദിച്ചു. ഞാനൊരു ദൈവമകനായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പിരിവ് കൊടുക്കത്തില്ല, അമ്പലത്തിൽ പിരിവ് കൊടുക്കത്തില്ല. എനിക്ക് ഇവന്മാരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഒക്കത്തില്ല, ഞങ്ങളുടെ ബൈബിൾ വ്യവസ്ഥ പ്രകാരം കൊടുക്കാൻ പാടില്ല. ഇത് ഒരു വലിയ കുറ്റമാക്കി മാറ്റിയിട്ട് ഈ ഞാനുമായിട്ട് കൂട്ടുള്ള ഇൻസ്ട്രക്ടറോട് പറഞ്ഞു, ഇവൻ അമ്പലത്തിൽ ഇത് കൊടുത്തില്ല. ആ ഒരു കാരണം പറഞ്ഞ് എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചു ആ പഠനത്തിൽ. എപ്പോഴത്തേക്കും 1.5 വർഷം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു ദിവസം ഈ ഒഴിവാക്കണമെങ്കിൽ ഇയാൾക്കൊരു കാരണം കാണിക്കണം ഈ ഇൻസ്ട്രക്ടർക്ക്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം ലോക്കൽ ഫ്ലൈയിങ് ചെയ്യുകയാണ്. എന്നെയും കൊണ്ട് ഇദ്ദേഹം പോയി. ഇദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. പ്രൊപ്പല്ലറിൽ വിമാനം തൂക്കിയിടും. എന്ന് പറഞ്ഞാൽ വിമാനത്തിന് നോസ് മുകളിലേക്ക് കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഈ ത്രോട്ടിൽ കട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ, എന്നാൽ ത്രോട്ടിൽ എന്ന് പറയുന്നത്, അത് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിമാനം ഈ പ്രൊപ്പല്ലറിൽ തൂങ്ങി താഴേക്ക് വരും. താഴെ നോക്കുമ്പോഴത്തേക്ക് ഒരു പമ്പരം വരുന്നത് പോലെ വിമാനം താഴേക്ക് വരും. അക്രോബാറ്റിക്സ് എന്ന് പറയും. വളരെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. ഇദ്ദേഹം അത് ചെയ്യും. അങ്ങനെ വേറൊരു വിനോദം ഇദ്ദേഹത്തിനുണ്ട്. അത് ഇദ്ദേഹം മുകളിൽ പോയിട്ട് വിമാനത്തിൻ്റെ നോസ് താഴേക്കാക്കും. 1500-2000 മുകളിൽ പോയിട്ട് നോസ് താഴേക്കാക്കും. വിമാനം അതിശക്തമായി താഴേക്ക് വരും. റൺവേ അടുക്കുമ്പോൾ ഇദ്ദേഹം റിക്കവർ ചെയ്യും. നോക്കുന്ന ആളുകൾക്ക് ഭയങ്കര രസമാണ്. എന്താണ് ഒരു വിമാനം തലയിൽ കുത്തി വരുന്നതാ. പക്ഷെ റൺവേ അടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഇദ്ദേഹം റിക്കവർ ചെയ്യും. ഇങ്ങനെ ഞാനുമായി പോയപ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ ഇദ്ദേഹം ചെയ്തു. ഇദ്ദേഹം തന്നെ ഒഴിവാക്കണം, ഒരു കാര്യം കണ്ടുപിടിക്കണം. ഇദ്ദേഹം മുകളിൽ പോയിട്ട് ഈ നോസ് താഴോട്ടാക്കി. വിമാനം തൊലയും കുത്തി താഴ്ത്ത് വരിക. നീ നോക്കുമ്പോൾ കാണാം റൺവേ ഇങ്ങനെ അടുത്ത് വരിക. അപ്പോൾ എന്നെ പുറത്തിടിക്കുക, തോളിട്ടിടിക്കുക. എന്തുകൊണ്ടാ നീ കാണിക്കുന്നത്? എന്നെ കൊല്ലാൻ കൊണ്ടുപോകണോ? ഞാനൊന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇദ്ദേഹം എൻ്റെ റഡർ ചവിട്ടി വെച്ചേക്കുക. പക്ഷെ വിമാനം താഴേക്ക് പോവുകയാണ്. വിമാനം റൺവേ അടുത്തപ്പോൾ ഇദ്ദേഹം അറിയാമോ? റിക്കവർ ചെയ്തു. വിമാനം കൊണ്ട് ലാൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇവൻ എന്നെ കൊല്ലാൻ കൊണ്ടുപോയി. ഇവൻ വിമാനം തലയും കുത്തി ഞങ്ങളെല്ലാം കൂടെ തലയിൽ കൊടണ്ട. ചുമ്മാതാ, കള്ളത്തരം. നടന്ന കാര്യം കേൾക്കണോ നിങ്ങൾക്ക്? അല്പ ദിവസം കഴിഞ്ഞപ്പോൾ എന്നെയും കൊണ്ട് കൂടെ പോകുന്ന അദ്ദേഹം ബാംഗ്ലൂരിൽ എയർ ഷോയ്ക്ക് പോയി. രാജ്കുമാർ എയർ ഷോയ്ക്ക് പോയി. ഇതുപോലെ അഭ്യാസ പ്രകടനം കാണിച്ചു. ആദ്യം പ്രൊപ്പല്ലർ തൂക്കിയിട്ടു. എല്ലാവരും നോക്കി. ആൾ കൂടിയിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ ആൾക്കാർ കൂടിയിരിക്കുകയാണ്. നോക്കി എല്ലാവരും അയ്യോ എന്ത് കാഴ്ചയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അടുത്ത പരിപാടി, കൂടെ ട്രെയിനിങ് ഉണ്ട്, അടുത്തിരിപ്പുണ്ട്. ഇദ്ദേഹം ഇതുപോലെ എന്നെ കാണിച്ചതുപോലെ വിമാനം താഴേക്ക് കൊണ്ടുവന്നു. റൺവേ ആയപ്പോഴത്തേക്കും റിക്കവർ ചെയ്തു. 1, 2, വീണ്ടും 2ാം പ്രാവശ്യം വീണ്ടും വന്നു, റിക്കവർ ചെയ്തു. 3ാം പ്രാവശ്യം വിമാനം വരികയാണ്. അല്പം കൂടെ താഴ്ത്തിയിട്ട് റിക്കവർ ചെയ്യാൻ താല്പര്യപ്പെട്ടു. പക്ഷേ കഴിഞ്ഞില്ല. വിമാനം ആ റൺവേയിൽ ഇടിച്ച് തകർന്ന് തരിപ്പണമായി പോയി. കൂടെ പോയ ട്രെയിനിയും ഇദ്ദേഹവും കത്തിച്ചാമ്പലായി പോയി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്ക്.
അന്ന് ആ ബാംഗ്ലൂരിൽ ഞാനും ഒരുപക്ഷെ കത്തിപ്പോകേണ്ടവനാണ്. അത്രമാത്രം എനിക്കത് അയാൾ ഞാനുമായിട്ട് നല്ല ഒരു കൂട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും എന്നെയും കൊണ്ട് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ നറുക്ക് എനിക്കായിരിക്കും വീഴുന്നത്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? അതിനു മുമ്പേ ഒരു വിഷയം കൊണ്ടുവന്നു. എനിക്കത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്. ഹല്ലേലൂയ. അവന്റെ വിമാനയാത്ര അതോടെ അവസാനിച്ചെങ്കിൽ നൂറുകണക്കിന് മണിക്കൂറുകൾ വീണ്ടും വിമാനം പറത്താനും വിമാനം സഞ്ചരിക്കുവാനും എനിക്ക് അവസരം കിട്ടി. ഞാൻ പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നോക്കുക, യൗസേപ്പിനെ സഹോദരന്മാർ പകച്ചു. അവൻ പറയുകയാണ്, നിങ്ങൾ എന്നെ പകച്ചെങ്കിലും ദൈവം എനിക്കത് ഗുണമാക്കി തീർത്തു. വായിക്കാം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. കമാൺ. വായിച്ചോ. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ കുഴിയിലിട്ടപ്പോൾ ഞാൻ അവസാനിച്ചു എന്നാണ്. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ എന്നെ വിറ്റപ്പോൾ ഞാൻ അവസാനിച്ചു എന്നാണ്. എന്നാൽ ഞാൻ അവസാനിച്ചില്ല. എന്നെ സഹായിച്ച ഒരു ദൈവമുണ്ട്. എന്തിന്? നിങ്ങൾക്ക് ഗുണമാക്കി മാറ്റുവാൻ, ഈ പട്ടണക്കാർക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ, പട്ടണത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ, പട്ടണത്തിന്റെ കെട്ടഴിക്കുവാൻ, പട്ടണത്തിന്റെ മുഖമടിക്കുവാൻ, പട്ടണത്തിന്റെ പാരമ്പര്യ ശാപങ്ങളെ മുറിക്കുവാൻ ദൈവം എന്നെ ഉയർത്തി. അവൻ പറയാണ്, നിങ്ങൾ ആരും ഭാരപ്പെടണ്ട, ഞാൻ നിങ്ങളെ പോറ്റി പുലർത്തും. അവരെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ് സഹോദരന്മാർ. അവർ പറയാണ്, യാക്കോബ് മരിച്ചു, ഇനി വിദ്വേഷം മുഴുവൻ ഞങ്ങളിൽ തീർക്കും. പക്ഷേ അപ്പോഴും യോസേഫ് പറയാണ്, ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങളെ പോറ്റിപ്പുലർത്തും, ഞാൻ നിങ്ങളെ പോറ്റിപ്പുലർത്തും. കാര്യം, എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പകയാകട്ടെ, വിദ്വേഷമാകട്ടെ, പൊട്ടക്കുഴിയാകട്ടെ, 10 പേരുടെ വീടാകട്ടെ, തടവറയാകട്ടെ, വിൽപ്പനയാകട്ടെ, എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഒന്ന് കരങ്ങളെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അത് ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തെ കാര്യം വേഗത്തിൽ പോകട്ടെ. ഹന്ന 1 ശമൂവേൽ 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. മതി. എൽക്കാന എന്ന പുരുഷന് 2 ഭാര്യമാർ. ആരൊക്കെയാണ്? പെനിന്ന, ഹന്ന. പെനിന്നയ്ക്ക് മക്കളുണ്ട്, ഹന്നയ്ക്ക് മക്കളില്ല. കൂടെ കൂടെ കളിയാക്കും, എന്തിനാടി ജീവിക്കുന്നത്? എന്നെ നോക്കടി, പുത്രസമ്പന്നയാ, നിനക്ക് മക്കളില്ലടി. ഒരു സ്ത്രീ ആകുന്നത് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോഴാടി. എടി പോയി ചത്ത് കളയടി. മുഷിപ്പിച്ച വാചകങ്ങൾ അവിടെ എഴുതിയിട്ടില്ല. എന്തെഴുതിയിട്ടുണ്ട്? മുഷിപ്പിച്ചു. അവിടെ വായിക്കുന്നു, അവൾ തിരിച്ച് മുഷിപ്പിച്ചോ. ഓടി. നിനക്കറിയാവോ, നിനക്ക് മക്കളുണ്ടെങ്കിലും നിന്റെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല. എന്നോടാടി നിന്റെ ഭർത്താവിന് സ്നേഹം. അവൻ പറഞ്ഞു കേട്ടോ, 10 പുത്രന്മാരെക്കാൾ നല്ലതാണെന്ന് ഞാൻ. അപ്പോൾ എന്നെ ആടി സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ് മറുപടി പ്രസംഗം നടത്തിയില്ല. തിരിച്ച് വൈരാഗ്യം കാണിച്ചില്ല. അവളുടെ വൈരാഗ്യം അവൾ ആലയത്തിൽ തീർത്തു. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. അവൾക്കുണ്ടായ മുഷിവ് അവൾ ആലയത്തിൽ തീർത്തു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരു കാര്യം ഓർക്കുക. നിനക്ക് പ്രതികൂലമുണ്ടാകാം, എതിരുകളുണ്ടാകാം, നിന്നെ ആൾക്കാർ മുഷിപ്പിച്ചു എന്ന് വരാം. പകരം തിരിച്ച് മുഷിപ്പിക്കാൻ പോകരുത്, വിരോധം കാണിക്കരുത്. വിരോധം ആലയത്തിൽ കൊണ്ടുവരണം, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ജനത്തിന്റെ വിദ്വേഷമാകട്ടെ, അസൂയയാകട്ടെ, പകയാകട്ടെ, എന്ത് ദുർവർത്തമാനമാകട്ടെ, ആലയത്തിൽ കൊണ്ടുവന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാം.
പ്രിയമക്കളെ, ഈ പ്രാർത്ഥനയെക്കുറിച്ച് ആദ്യത്തെ പാഠം ആരാ നടത്തിയെന്നറിയാമോ? ബൈബിളില് അറിയാമോ നിങ്ങൾക്ക്? ഹന്നായ. പ്രാർത്ഥനയുടെ ഡെഫിനിഷൻ എന്താണ് പ്രാർത്ഥന എന്നൊക്കെ ആര് പഠിപ്പിച്ചു? ഹന്ന നമ്മളെ പഠിപ്പിച്ചു. നിങ്ങൾക്കറിയണോ? ഒന്നാമത്തെ കാര്യം, അവൾ പ്രതികാരം എന്താക്കി മാറ്റി? പ്രാർത്ഥനയാക്കി മാറ്റി. ഒരാമയും പറഞ്ഞാട്ടെ. പ്രതികാരം പ്രാർത്ഥനയാക്കി മാറ്റണം. യെസ്, നിന്റെ ശത്രുവിന്റെ പ്രതികാരം എന്താക്കി മാറ്റണം? പ്രാർത്ഥനയാക്കി മാറ്റണം. വാളുകൊണ്ട് വെട്ടിയത് കൊണ്ടോ, അല്ല ഒരു വഴക്ക് നടത്തിയത് കൊണ്ടോ, കുറെ ചീത്ത വർത്തമാനം പറഞ്ഞത് കൊണ്ടോ ഒന്നും പ്രതികാരമാകുന്നില്ല. അവൾ അതിനേക്കാൾ അപ്പുറത്ത് നിന്നോട് പറയും. രണ്ടുപേരും നാണം കെടുമെന്നല്ലാതെ ഒരു വിജയവുമില്ല, ഒരു ഉയർച്ചയുമില്ല. എന്നാൽ ആലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വെക്കുമെങ്കിൽ നിന്റെ വിഷയം ആലയത്തിൽ നിന്റെ വൈരാഗ്യത്തെ, നിനക്കുള്ള വൈരാഗ്യത്തെ പ്രാർത്ഥനയാക്കി മാറ്റുമെങ്കിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്, നന്മയുണ്ട്, കൊയ്ത്തുണ്ട്, അസാധാരണ ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുന്നവർ കരം ചേർത്ത്. അവൾ പ്രതികാരം പ്രാർത്ഥനയാക്കി മാറ്റി. 2, ആലയത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു. ഒരമ്മയും പറഞ്ഞാട്ടെ. അതാണ് ആലയത്തിന്റെ പ്രത്യേകത കേട്ടോ പ്രിയമക്കളെ. ആലയം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാ ആലയമല്ല, കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ആലയം. കൃപയാൽ തുടക്കം മുതൽ നമുക്ക് വേർതിരിക്കപ്പെട്ട ആലയം കിട്ടി. ഓർക്കുക, നമ്മൾ ഇതുവരെയും ഒരു വാടക വീട്ടിൽ ആരാധിച്ചിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? 13 വർഷം മുമ്പ് ആരും പറഞ്ഞില്ല ഒരു ഹാള് പണിയാൻ. ദൈവം പറഞ്ഞു ഹാള് പണിയാൻ. ആ ഹാളിലാണ് ആദ്യത്തെ ആരാധന തുടങ്ങുന്നത്. വാടക വീട്ടിലല്ല, വാടകയ്ക്കെടുത്ത ഓഡിറ്റോറിയത്തിലല്ല. കാര്യം ലോകപ്രകാരം ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്, എന്നാൽ ദൈവവചനപ്രകാരം ഞാൻ വലിയ ബുദ്ധിയുള്ളവനാണ്. ഇവിടുത്തെ പല നേതാക്കന്മാരും സ്വന്തം ഭവനം ആർക്ക് വിട്ടുകൊടുക്കത്തില്ല ആരാധനയ്ക്ക്. ആദ്യം കുറഞ്ഞ കളി മതിയായല്ലേ. അവര് എങ്ങും തൊടാതാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്പം കുറവ് വന്നാൽ വിട്ടുകളാ, അവർക്ക് ഇത് കളയാം. അങ്ങനെ എത്ര നേതാക്കന്മാർ ഇത് കളഞ്ഞു, പരിപാടി കളഞ്ഞു. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പക്ഷേ ഇത് സത്യസഭ ആരംഭിച്ചത് സ്വന്തം ഭവനത്തിലാണ്, സ്വന്തം ഓഡിറ്റോറിയത്തിലാണ്. കാര്യം മുന്നമേ അതെല്ലാം ദൈവം കരുതി. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. നീ കാഴ്ചപ്പാട് സ്വീകരിക്കുമെങ്കിൽ അതിന് എന്തൊക്കെ വേണം അതെല്ലാം നൽകുവാൻ ദൈവം ശക്തനത്രേ. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ച് ഭക്തിയോടെ. മക്കളെ, സത്യാലയം ദൈവത്താൽ പണിയപ്പെടുന്ന ആലയമാണ്. ദൈവം വിരിച്ചൊരുക്കിയ വൻ മാളികയാണ്. നിന്റെ പ്രയത്നമല്ല, അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പ്രയത്നമാണ്. ഒരാമയും പറഞ്ഞാട്ടെ. പ്രിയമക്കളെ, ലോകപ്രകാരം ഞാനൊരു ഭോഷനാണ്. കിട്ടിയ സ്വത്തെല്ലാം എന്തിനു കൊടുത്തു? കർത്താവിന് വിലയ്ക്ക് വേണ്ടി കൊടുത്തു. ആ വീട് വിൽക്കാൻ വെക്കൂ മക്കളെ? വിൽക്കാൻ വെക്കുവോ? ഇത് വിൽക്കാൻ വെക്കുവോ? വിറ്റ് പണമാക്കി ബാങ്കിലിടാൻ വെക്കുവോ? മണ്ടനാ. പക്ഷേ വചനപ്രകാരം ഞാൻ മണ്ടനല്ല, ഞാൻ വലിയ ബുദ്ധിയുള്ളവൻ. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാണ്. ഞാൻ പണമിട്ടത് സ്വർഗത്തിലെ ഭണ്ഡാരത്തില്. ആ ഭണ്ഡാരം ഒരിക്കലും തകരത്തില്ല, ഒഴിയത്തില്ല. അതിലെല്ലാം ഉണ്ട്. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. സൗഖ്യത്തിന് കുറവില്ല, ആരോഗ്യത്തിന് കുറവില്ല, ദീർഘായുസിന് കുറവില്ല, സൗന്ദര്യത്തിന് കുറവില്ല, സമ്പത്തിന് കുറവില്ല, സമാധാനത്തിന് കുറവില്ല. പ്രിയമക്കളെ, ഒരു കാര്യം ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഈ 13 വർഷമായിട്ട് ഞാൻ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പറയുക, ഈ സത്യാലയത്തെ സഹായിച്ച അനേക ഭക്തന്മാരുണ്ട്. പേരൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം. അവരെയെല്ലാം അസാധാരണമായി ദൈവം ഉയർത്തി.
ഈ വേലയെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ യൂസഫ് അലി കഴിഞ്ഞാൽ അടുത്ത വലിയ പണക്കാരനാണ്. അത്രമാത്രം ദൈവങ്ങളെ ഉയർത്തി. കാര്യം എന്താണ്? ഒരു ഉയർച്ച സംഭവിക്കണമെങ്കിൽ സത്യവേലയുടെ ഒരു പ്രാർത്ഥന കിട്ടണം. രാമൻ പറയാൻ കഴിയുമോ? സത്യവേലയുടെ, എൻ്റെ പ്രാർത്ഥനയല്ല, സത്യമായി പോകുന്ന കള്ളപ്രവചനമല്ല, തട്ടിപ്പല്ല, അഭിനയമല്ല, വരുത്തിത്തീർക്കലല്ല, ദുരുപദേശമല്ല, പെന്തഗുസ്തിയല്ല, കമ്മിറ്റികളിയല്ല, സത്യമായി പോകുന്ന ഒരു മിനിസ്ട്രിയുടെ പ്രാർത്ഥന കിട്ടിയാൽ നിനക്ക് ഉയരാം. അസാധാരണമായിട്ട് വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ മടങ്ങി വരട്ടെ. അവൾ പ്രതികാരം എന്താക്കി മാറ്റി? പ്രാർത്ഥനയാക്കി മാറ്റി. 2, ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. എവിടെ പോയി പ്രാർത്ഥിച്ചു? 3, കരഞ്ഞു പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? മക്കളെ, ഈ കരച്ചിൽ വരണമെങ്കിൽ എന്താ വേണം? എന്താ വേണം? കരച്ചിൽ വരണമെങ്കിൽ ഒരു ചോദ്യം, ഇടയ്ക്ക് ചോദ്യം ചോദിക്കണമല്ലോ. നോക്കട്ടെ, മിടുക്കന്മാരുണ്ട്. കരച്ചിൽ വേണം, എന്ത് വേണം? അതൊരു നല്ല ഉത്തരവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ഉത്തരം നോക്കട്ടെ. കരച്ചിൽ വരണമെങ്കിൽ എന്ത് വേണം? അതിവിടെ പറഞ്ഞു. ഇല്ല, അതല്ല. കരച്ചിൽ വരണമെങ്കിൽ എന്ത് വേണം? കണ്ണുനീര് വേണം. ശരിയാ. ഒരു ടൺ കണ്ണീരോട്. ആത്മാർത്ഥത വേണം. വേണോ? കണ്ണി കുത്തിയാ പോലും കണ്ണീർ വരത്തില്ല. ഒരു ആത്മാർത്ഥത അക്കാര്യത്തിൽ വേണം. ഒരാമൻ പറഞ്ഞാട്ടെ, നിന്റെ പ്രാർത്ഥനാ വിഷയമായി ബന്ധപ്പെട്ട് നിനക്ക് ആത്മാർത്ഥത വേണം, ഒരു പരമാർത്ഥത വേണം. അവിടെ കണ്ണി കൂടെ കണ്ണുനീർ വന്നു. അതിന് വേറെ കാര്യമുണ്ട്. എന്താണ്? അത്രമാത്രം ആ ശത്രു അവളെ എന്ത് ചെയ്തു? മുഷിപ്പിച്ചു. ചില വിഷയങ്ങൾ നിന്നെ മുഷിപ്പിക്കുന്നുവെങ്കിൽ അത് നിന്റെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുകയാണ്. ചില രോഗവിഷയങ്ങൾ, ചില നിന്ദകൾ, ചില പ്രതികൂലങ്ങൾ, ചില എതിർപ്പുകൾ, ചില ആടുമോഷണങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ അതിന്റെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കുകയാണ്. നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരത്തക്ക വേണം. അവൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. വീണ്ടും അടുത്തത്, പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? നമുക്ക് പ്രാർത്ഥനയ്ക്ക് തടസ്സം എന്നറിയാമോ? ഈ ആഹാരം വെക്കല. മനസ്സിലായോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വെക്കും. രാവിലെ എഴുന്നേക്കും, 5 മണിക്ക് എഴുന്നേക്കും. 5 മണി തൊട്ട് 11 മണി വരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുറകെ, 11 മണി തൊട്ട് 3 മണി വരെ ലഞ്ചിൻ്റെ പുറകെ, 4 മണി തൊട്ട് 1 മണി വരെ ഡിന്നറിൻ്റെ പുറകെ. ഇങ്ങനെ വെപ്രാളവാ. പ്രാർത്ഥിക്കാൻ സമയമില്ല. അവൾ പട്ടിണി കിടക്കാൻ തയ്യാറായി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മറ്റെല്ലാ പരിപാലനങ്ങളും മാറ്റിവെച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. ചില കാര്യങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിച്ചാൽ ചില അസാധാരണ ദൈവപ്രവൃത്തി കുടുംബങ്ങളിൽ വെളിപ്പെടും. ചില കാര്യങ്ങൾ, ലോകകാര്യങ്ങൾ, ലോകമയത്വങ്ങൾ മാറ്റിവെച്ച് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ, തലമുറയിൽ അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടും. മടങ്ങി വരട്ടെ. ഇങ്ങനെ പ്രാർത്ഥിച്ചു. പ്രതികാരം പ്രാർത്ഥനയാക്കി മാറ്റി. 2, ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. 3, കരഞ്ഞു പ്രാർത്ഥിച്ചു. 4, പട്ടിണി കിടന്നു പ്രാർത്ഥിച്ചു. 5-ാമത്തെ പോയിന്റ്, അനുബന്ധമായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയില്ല. ശ്രദ്ധിച്ചു കേക്ക്. അവൾ കരഞ്ഞപ്പോൾ ഭർത്താവ് കണ്ടു. നീ വാ മോളെ, ഇങ്ങി വാടി, ചക്കര ഇങ്ങി വാ. എന്തിനാ കരയുന്നത്? എൻ്റെ പെണ്ണിനെ മക്കളിൽ. എടി, ഞാൻ 10 മക്കളെക്കാൾ നല്ലതല്ലേ എടി? അതിലങ്ങ് ഒതുങ്ങിക്കൂടിക്കൂടെ?
ശരിയാണല്ലോ, എന്നോടാണല്ലോ സ്നേഹം. 10 മക്കളെക്കാൾ അധികം സ്നേഹിക്കുന്നൊരു ഭർത്താവില്ലേ എനിക്ക്? എന്തിനാ മക്കള്? ആ മക്കളെ വേണ്ട, ഭർത്താവിനെ മതി. ചിന്തിച്ചൂടെ? പക്ഷേ അവൾ അനുബന്ധ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടിയില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ചില പ്രാർത്ഥനാ വിഷയമുണ്ട്, പക്ഷേ അനുബന്ധമായ ഒരുപാട് അനുഗ്രഹങ്ങളുമുണ്ട്. പ്രാർത്ഥനാ വിഷയം മാറ്റിവെക്കരുത്. നിന്നെ ഉയർത്തുന്നത് മല്ലു പിടിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയമാണ്. ഹൃദയം നുറുങ്ങുന്ന ഒരു വിഷയം നിനക്കുണ്ട്. അത് വിട്ടുകളഞ്ഞിട്ട് അനുബന്ധമായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടരുത്. നല്ലൊരു വീടുണ്ടല്ലോ, നല്ലൊരു കാറുണ്ടല്ലോ, മക്കളില്ലെങ്കിൽ എന്താ? അയലത്തെ വീട്ടിലെ എല്ലാ മക്കളും നമ്മുടെ ഭയങ്കര സ്നേഹമാണല്ലോ, ഭർത്താവിനും സ്നേഹമാണ്. ഇതെല്ലാം അനുബന്ധമായ കാര്യങ്ങളാണ്. ഇല്ല, ചില പ്രത്യേക പ്രാർത്ഥന വിഷയങ്ങൾ നിനക്കുണ്ട്. ചില ജീവിതാഭിലാഷങ്ങൾ നിനക്കുണ്ട്. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നീ പറയുന്നു അത് വേണ്ട, അനുബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ. എന്നാൽ ദൈവനിശ്ചയം എന്താണ്? നിന്റെ ഏതാവശ്യമാണ്, എത്ര അസാധ്യതയുള്ള ആവശ്യമാണ്, അതിന്മേൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അടയിരിക്കാൻ കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? മല്ലു പിടിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അനുബന്ധമായ കാര്യങ്ങളിൽ ഒതുങ്ങിക്കൂടരുത്. നിന്റെ വിഷയത്തിൽ നീ മല്ലു പിടിച്ച് മുന്നോട്ട് പോകണം. വീണ്ടും 7ാമത്തെ കാര്യം കേൾക്കണോ? 6ാമത്തെ കാര്യം, 1 പ്രതികാരം പ്രാർത്ഥനയാക്കി മാറ്റി. 2 ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു. 3 കരഞ്ഞു പ്രാർത്ഥിച്ചു. 4 പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചു. 5 അനുബന്ധ കാര്യങ്ങളിൽ തൃപ്തിപ്പെടാതെ പ്രാർത്ഥിച്ചു. 6ാമത്തെ കാര്യം, വിടുതൽ ലഭിക്കും വരെ പ്രാർത്ഥിച്ചു. അവിടെ വായിക്കുന്നു, ചില വർഷങ്ങൾ അവൾ പ്രാർത്ഥിച്ചു. തെളിവ് അവിടെ ഉണ്ട്. ആണ്ടുതോറും ഒരു വാക്കുണ്ട്. അർത്ഥം എന്താണ്? ഇവള് പല വർഷങ്ങളായിട്ട് ആരും മുഷിപ്പിക്കുകയാണ്, പെണ്ണിനെ മുഷിപ്പിക്കുകയാണ്. ആണ്ടുകൾ കഴിയുന്നു, പ്രാർത്ഥന നിർത്തിയില്ല. എന്നുവരെ പ്രാർത്ഥിച്ചു? വിടുതൽ ലഭിക്കും വരെ. ഒന്ന് കരങ്ങളെ ചേർത്തടിക്കാൻ കഴിയുമോ? എത്ര പേർക്ക് മനസ്സിലാകുന്നു മല്ലുപിടുത്തത്തിന്റെ? അവൾ പ്രാർത്ഥിച്ചു. 1 വർഷമല്ല, 2 വർഷമല്ല, 10 വർഷമല്ല. എന്ന് വിടുതൽ കിട്ടും, എന്ന് തലമുറയെ കിട്ടും, എന്ന് ലജ്ജ മാറും, എന്ന് ഉയർപ്പ് കിട്ടും, എന്ന് എന്റെ ജീവിതാഭിലാഷം നടക്കും, അതുവരെ ഞാൻ മല്ലു പിടിച്ചു പ്രാർത്ഥിക്കും. ഇതൊക്കെ എന്തിനാ പറയുന്നേ? ഈ ചുവടുകളിലേക്ക് നിങ്ങളും വരണം. ഒരാമയും പറഞ്ഞാട്ടെ. ഞാൻ പറയാറുണ്ട്, ആലയത്തിൽ എന്താ കിട്ടുന്നത്? ആലയത്തിൽ കിട്ടുന്നത് എന്താ? തിയറി. എന്തിനാ തിയറി? തിയറി പ്രാക്ടിക്കൽ ആകുന്നില്ലെങ്കിൽ തിയറി കൊണ്ട് ഒരു ഗുണവുമില്ല. ആലയം തിയറിയുടെ സ്ഥലമാണ്, വീട് പ്രാക്ടിക്കലിന്റെ സ്ഥലമാണ്. അതാണ് വചനം പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവമാ. ആലയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വേദപുസ്തകം മടക്കി. പിന്നെ എപ്പോഴും അടുത്തത്? ഞായറാഴ്ച രാവിലെ ബൈബിൾ മൊത്തം പൊടി. കാര്യം എന്താ? പൊടി പിടിച്ച് കിടക്കുക അവിടെ. നിങ്ങളുടെ കാര്യമല്ല, എൻ്റെ കാര്യം കൂടാ പറഞ്ഞേ. ചിലപ്പോൾ ആലയം പണിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, TV പ്രോഗ്രാം, ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം ആയിരിക്കാം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം അതാണ്. ഒരമ്മയും പറഞ്ഞാട്ടെ. മക്കളെ, ഇത് ഞായറാഴ്ച മാത്രം കൊണ്ടുവരേണ്ട ഭക്തിയല്ല, എല്ലാ ദിവസവും ഭക്തി വേണം. ഒരമ്മയും പറഞ്ഞാട്ടെ. പ്രാർത്ഥന എല്ലാ ദിവസവും വേണം.
പ്രാർത്ഥന, വചനധ്യാനം എല്ലാ ദിവസവും വേണം. വചനം പഠിക്കുന്ന അവസ്ഥ എല്ലാ ദിവസവും വേണം. അതുകൊണ്ട് ഈ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ എന്താക്കി മാറ്റണം? പ്രാക്ടിക് എന്ന് പറഞ്ഞാട്ടെ. ഞാൻ ആലയത്തിൽ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ പ്രാക്ടിക്കലാക്കി മാറ്റും. ഒരിക്കൽ കൂടെ, ഞാൻ ആലയത്തിൽ ലഭിക്കുന്ന കാഴ്ചപ്പാടുകൾ പ്രാക്ടിക്കലാക്കി മാറ്റും. ഏഴാമത്തെ പോയിന്റ്, ആണ്ടുതോറും പ്രാർത്ഥിക്കുകയാണ്. 1 വർഷമായി 2 വർഷമായി മറുപടിയൊന്നുമില്ല. അടുത്ത ചുവടിലേക്ക് അവൾ പോയി. അവൾ ഒരു നേർച്ച നേർന്നു. വീട്ടിൽ വായിക്കണം. അവൾ എന്ത് ചെയ്തു? 2 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തൊരു ദൈവമാ! ഇനി പ്രാർത്ഥിക്കുന്നില്ല, പുല്ല് കള എന്നാണ് പറഞ്ഞേ. അവൾ അടുത്ത ചുവടിലേക്ക് പോയി. കനാന്യ സ്ത്രീയെ പോലെ അവൾ ഒരു നേർച്ച നേർന്നു. നീ ഒരു മകനെ തന്നാൽ ഞാൻ അവനെ നിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കും. മക്കളെ, ഇതൊക്കെ ഒരു ചുവടാ കേട്ടോ. ഒരു നേർച്ച. പക്ഷെ വേറെ കാര്യമുണ്ട്. നേർന്നാൽ നിവർത്തിക്കണം. നേർന്നിട്ടേ പൊടിയും തട്ടി കള്ളമാടൊക്കെ പോയാലുണ്ടല്ലോ, ശാപിക്കപ്പെട്ടു. നീ നേർന്നത് നിവർത്തിക്കണം. മുമ്പോട്ട് പോകാം. അടുത്ത 8ാമത്തെ കാര്യം, അവൾ വ്യക്തമായി പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എങ്ങോട്ടെങ്കിലും എന്നെ അയക്കണേ. കർത്താവേ, കല്ലും മണ്ണുമാരി തിന്നാൻ ഒക്കത്തില്ല. കർത്താവേ, എന്തെങ്കിലുമൊക്കെ തരണേ. കർത്താവേ, കർത്താവേ, ഒരു വീട്, ഒരു കൊച്ചു കുടിലായാലും കുഴപ്പമില്ല. കർത്താവേ, ഇങ്ങനെയാണോ പ്രാർത്ഥിച്ചത്? അവൾക്ക് വ്യക്തതയുണ്ടായിരുന്നു പ്രാർത്ഥനയിൽ. കാര്യം അവൾക്കറിയാം, അവൾ എന്തു പ്രാർത്ഥിക്കുന്നോ അത് എത്ര അസാധ്യതയുള്ള കാര്യമാണെങ്കിലും അത് എടുത്തു കൊടുക്കാൻ ദൈവത്തിന് കഴിയും. പ്രിയമക്കളെ, ഞാൻ ഒരു വിമാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാസ് അറിയാമോ? ഒരു വിമാനം വാങ്ങണമെങ്കിൽ എന്താണ് ചിലവുള്ളത്? വിമാനം എന്ന് പറയുമ്പോൾ എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഒന്ന്, അതൊരു എയർ ആംബുലൻസായിട്ട് ഉപയോഗിക്കണം. മറ്റൊന്ന്, അതിൻ്റെ മറവിൽ, ശ്രദ്ധിച്ചു കേട്ടോ, മിസൈൽസ് ഓവർ കേരള. എന്താ മിസൈൽസ്? ട്രാക്ട്സ്, ദൈവവചനം. എൻ്റെ ആഗ്രഹമാണ്. കുറച്ച് കാര്യങ്ങൾ തുടങ്ങി വെച്ചു, അത് പോരാ. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. തുടങ്ങി വെച്ചു. തുടക്കം ഒരു ആവശ്യ ഘടകമാണ്. രാമൻ പറഞ്ഞാട്ടെ, തുടങ്ങിയാലേ മുമ്പോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. പക്ഷേ സ്വന്തമായിട്ട് എത്ര കോടി രൂപ വേണം? എടാ, ഞാൻ വലിയ പണക്കാരനാണെന്ന് നിങ്ങൾക്ക് വല്ല അറിയാമോ? എൻ്റെ അപ്പൻ ഭയങ്കര പണക്കാരനാണ്. എൻ്റെ അപ്പന്റെ സമ്പത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ആരെന്ന് നിങ്ങൾക്കറിയാമോ? എന്റെ ആസ്തി നിങ്ങൾക്കറിയാമോ? എന്റെ അതിർവരമ്പുകൾ നിങ്ങൾക്കറിയാമോ? അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കറിയത്തില്ല. നിങ്ങളെ കുറിച്ചും നിങ്ങൾക്കറിയത്തില്ല. അത് ദൈവം വെച്ചിരിക്കുന്ന മറവ് കൂടെയാ. എന്തിനാ? നിഗളിക്കാതിരിക്കാൻ. പക്ഷെ നമ്മൾ സാധാരണക്കാരല്ല. ഒരാമേൻ പറയാൻ കഴിയുമോ? നിങ്ങൾ സാധാരണ, നിന്റെ അപ്പൻ വലിയ പണക്കാരൻ. പാസ്റ്ററേ, മേളി പണി നടക്കുക, ഇങ്ങനൊക്കെ പറഞ്ഞാൽ വല്ലതും തരുമോ പാസ്റ്റർ? ഇങ്ങനൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വല്ല ചില്ലർ തരുമോ? ഇവിടെ അവനൊന്നും കൊടുക്കല്ലേ, അവനൊക്കെ ഭയങ്കര പണക്കാരനാണ്, കോടികളുടെ ആസ്തി ഉണ്ടെന്നാ പറയുന്നത്. ആരെങ്കിലും ഒരു 5 പൈസ അയച്ചു തരുമോ? ഇത് പ്രസംഗം കേട്ടാ അയക്കും. ദൈവം പറഞ്ഞിട്ട്
ആയിട്ട് കാര്യങ്ങൾ പറയണം. വളച്ചുകെട്ടലും തട്ടിപ്പും വെട്ടിപ്പും പാടില്ല. എന്നെ ഉയർത്തുന്നത് മനുഷ്യനല്ല, സ്വർഗത്തിലെ ദൈവമാ. ഒരു വഴി അടഞ്ഞാൽ 7 വഴി അവൻ തുറക്കും. അടഞ്ഞ വഴിയും തുറക്കും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് മടങ്ങി വരട്ടെ. എന്താ അവൾ പറഞ്ഞത്? അവൾ പറഞ്ഞു, എന്റെ സങ്കടം നോക്കി എന്നെ മറക്കാതെ പുരുഷ സന്താനത്തെ തരണം. 3 കാര്യങ്ങൾ അവൾ പ്രാർത്ഥിച്ചു. എന്താ വെറുതെ ആ വാക്യം വായിച്ചേ, ഒന്ന് വായിച്ച മക്കളെ. ആ വാക്യം, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. അവിടെ 4 കാര്യം പറഞ്ഞുണ്ടല്ലേ, ഒരെണ്ണം വിട്ടുപോയി. 4 കാര്യം ഉണ്ടല്ലേ. ഒന്നാണ്, ആദ്യം പറഞ്ഞതാണ് എന്റെ സങ്കടം നോക്കണം. പിന്നെ പറഞ്ഞെന്താണ്? അടിയനെ ഓർക്കുകയും എന്നെ ഓർക്കണം. അടിയനെ മറക്കരുത്. ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. ഒരു സന്തതിയല്ല എനിക്ക് വേണ്ടത്, ഒരു പുരുഷ സന്തതിയാണ് വേണ്ടത്. എന്റെ ശത്രുവിന്റെ വായടയ്ക്കുന്ന ഒരു പുരുഷ സന്തതി. ലോകത്തിൽ ഇതുവരെ എഴുന്നേൽക്കാത്ത ഒരു പ്രവാചകൻ, ഒരു ഭക്തൻ, ഒരു പുരുഷ സന്തതി എനിക്ക് വേണം. അവൾ വ്യക്തമായി സംസാരിച്ചു. മക്കളെ, നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? അവ്യക്തമായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തില്ല? ദൈവത്തിൽ വിശ്വാസമില്ല. ഒരു ഭവനം വേണോ? കർത്താവേ ഒരു വീട് വേണം. ഇന്നോട്ട് പ്രാർത്ഥിക്കുക, കർത്താവേ ഇതുവരെ ഒരു വീട് കിട്ടിയിട്ടില്ല. കാര്യം എന്താ? ഇതുവരെ ഒരു പ്ലാൻ നിന്റെ അകത്ത് വന്നിട്ടില്ല. കർത്താവേ എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു മുറിയുള്ള ഒരു വീട് വേണം, വ്യക്തതയോടെ. എനിക്ക് ദേശം മൊത്തം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു വീട് വേണം. എത്ര നില വേണം? എത്ര വേണം? 7 നില പൊങ്ങിയാലേ കടൽ കാണും. നടക്കുമോ മക്കളെ? നടക്കുമെന്ന് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ഇന്ന് ഈ ആരാധന കഴിയുമ്പോൾ എന്റെ കൂടെ വീട്ടിൽ വാ, ഞാൻ കാണിച്ചു തരാം നടക്കുമോന്ന്. ഒരു പ്ലാനും വരച്ചിട്ടല്ല, പറഞ്ഞു കർത്താവേ എനിക്ക് കടല് കണ്ട് പ്രാർത്ഥിക്കണം. ഒരു തെങ്ങിന്റെയും മറവുണ്ടാകരുത് എൻ്റെ വീടിന് മേളിൽ. എനിക്ക് ചുറ്റുപാട് കൊട്ടാരക്കര വരെയുള്ള ദേശം എന്റെ വീട്ടിലിരുന്നാ കാണാം. ഹൊറൈസൺ. എന്താ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ? ചക്രവാളം എന്റെ വീട്ടിലിരുന്നാ കാണാം. കൈ കുറെ പണം ഉണ്ടെങ്കിൽ ഇതൊക്കെ നടക്കും പാസ്റ്ററെ. പണം വെച്ചിട്ടാണോ? ആന്യമതി കിട്ടിയിട്ടാണോ? ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു വിശ്വാസമകത്തുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം പോലെ ദൈവം പ്രവർത്തിക്കും. അതിനെത്ര തടസ്സമുണ്ടെങ്കിലും ആ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റാൻ ദൈവം ശക്തനാണ്. ഞാൻ എൻ്റെ വലിപ്പമല്ല പറഞ്ഞത്, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. നീ ഒതുങ്ങരുത്. പരിമിതികളെ കണ്ട് നീ ഒതുങ്ങരുത്. പ്രാർത്ഥന ശക്തമാക്ക്. സ്പെസിഫിക് ആകട്ടെ. എന്താ പാസ്റ്റർ എന്താ ഒരാൾ പ്രാർത്ഥിക്കുന്നത് വിമാനം കിട്ടാത്ത എന്താണ്? ഒരു കാരണം ഞാൻ പറയാം. സ്പെസിഫിക് ആയിട്ടില്ല. അതൊരു തെറ്റാണ്. അതാകാത്തത് ചില സംവിധാനങ്ങൾ ഇനിയും വരാനുണ്ട്. 2025 അപകടമില്ലാത്ത നിലവാരങ്ങളിൽ ഒരു സഞ്ചാര സാധ്യത തെളിഞ്ഞു വരികയാണ്. മേൽപോട്ട് പോയാലേ അതുപോലെ താഴോട്ട് ഇറക്കണം. ഇവിടുന്ന് പൊങ്ങി നേരെ അങ്ങ് പോയി കഴിഞ്ഞാലേ പിന്നെ ഇറക്കാൻ പിന്നെ എയർഫോഴ്സ് വരേണ്ടി വരും. സംവിധാനമുണ്ട്. വെറും ഈസി ആയിട്ട് മുകളിൽ പോകാം.
കുറച്ച് നൈട്രജൻ കിട്ടിയാൽ മതി, നല്ല നൈട്രജൻ കിട്ടിയാൽ മതി, വലിയ ഇവിടെ ഈസി ആയിട്ട് മേളിലോട്ട് പോകാം. പക്ഷേ തിരിച്ചു വരാൻ പോയതുപോലെ തിരിച്ചു വരണം. അതിൻ്റെ സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. അതാണ് സ്പെസിഫിക് ആകാൻ അല്പം. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, 4 സുരക്ഷിതത്വമുള്ള ഒരു അപകടം വന്നാൽ മറ്റ് 3 മാർഗങ്ങളിലൂടെയുള്ള താഴെ വരാൻ ഉള്ള സൗകര്യം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വണ്ടറടിക്കരുത് കേട്ടോ, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടി പറയുക, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്ത കാര്യമില്ല. only believe, only believe, only believe, only believe, only believe, only believe. എന്തിനാ പറയുന്നത്? ദൈവനാമത്തിന്റെ മഹത്വം. ഓക്കെ, 9ാമത്തെ കാര്യം, അവൾ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. 13ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. എന്താ പ്രാർത്ഥന? പ്രാർത്ഥിക്കേണ്ടത് വാവുണ്ടല്ല, ഹൃദയം കൊണ്ട്. മതി, മടങ്ങി പോകട്ടെ, സമയക്കുറവുണ്ടല്ലോ, സമയങ്ങൾ പോകുന്നു. ഇന്ന് പേടിക്കണ്ട, നിങ്ങൾക്ക് അധികം സമയം പോകത്തില്ല. അപ്പോൾ അവൾ പ്രാർത്ഥന, പ്രതികാരം പ്രാർത്ഥനയാക്കി മാറ്റി. ആലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു, പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചു. പിന്നെന്താണ്? അനുബന്ധമായ കാര്യങ്ങൾ തൃപ്തിപ്പെടാതെ പ്രാർത്ഥിച്ചു, വിടുതൽ ലഭിക്കും വരെ പ്രാർത്ഥിച്ചു, നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു, വ്യക്തമായി പറഞ്ഞു പ്രാർത്ഥിച്ചു, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചു. 3ാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ. 119 സങ്കീർത്തനം 71 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. മക്കളെ, കൊറോണ കാലത്ത് അവിടെ നമുക്ക് മീറ്റിംഗ് നടത്താൻ കഴിഞ്ഞില്ല. ചില ദിവസങ്ങളിൽ പോലീസ് തടസ്സപ്പെടുത്തി. പക്ഷേ അതെന്തിന് കാരണമായി? പ്രാർത്ഥനയ്ക്ക് കാരണമായി. മാല്യം പിടിച്ച് പ്രാർത്ഥിച്ചു. പട്ടണമധ്യേ ആരും തടയാൻ വരാത്ത, ഒരു എതിരുമില്ലാത്ത, ഒരുത്തരും വായി നോക്കാത്ത ഒരു സ്ഥലം ഒരുക്കണം. അതുപോലെ സംഭവിച്ചില്ലേ? ഒന്ന് കരങ്ങളെ ചേർത്തടിക്ക്. സത്യസന്ധമായി, സ്വതന്ത്രമായി, ഒരു തടസ്സവുമില്ലാതെ രക്തക്കോട്ടയിൽ മറയപ്പെട്ട് ക്രൂശിന്റെ മറവിൽ ദൈവത്തെ ആരാധിക്കുവാൻ പട്ടണമധ്യേ ശബ്ദമുയർത്തി. ഇത്രയും സൗണ്ട് എടുക്കുന്ന ഒരു സമ്മേളനം ഇവിടെ കാണിച്ചു തരാമോ? ഇതെവിടെ അടുത്തെങ്കിലും? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നാ പറയുന്നത്? ദൈവത്തിന് മുൻനിർണയ പ്രകാരം പ്രാർത്ഥനയുടെ ശക്തി. ഒന്ന് കരങ്ങളെ ചേർത്ത്. ഇത് ചെറിയ കാര്യം, വൻ കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കട്ടതിലായിരുന്നു എനിക്ക് ഗുണമായി. മക്കളെ, പ്രാർത്ഥിക്കാൻ നിനക്ക് അവബോധം കിട്ടുന്നുവെങ്കിൽ നിന്റെ രോഗം നിനക്ക് ഗുണമായി. പ്രാർത്ഥിക്കാൻ മല്ല് പിടിക്കാൻ കൃപ ലഭിക്കുന്നുവെങ്കിൽ നിന്റെ കടഭാരം നിനക്ക് ഗുണമായി. മല്ല് പിടിച്ച് പ്രാർത്ഥിപ്പാൻ സഹായിക്കുന്നുവെങ്കിൽ നിന്റെ തടസ്സങ്ങൾ ഗുണമായി. ഒന്ന് കരം